ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് കേടുകൂടാതെ എടുത്തു വെക്കാനും പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു കടായിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകം, 1 ടീസ്പൂൺ കറുത്ത എള്ള്, പിന്നെ 2-3 തണ്ട് കറിവേപ്പില വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം, ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി അതിൻ്റെ മുകളിൽ ഇട്ടിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വളരെ ചെറിയ തീയിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടി വാട്ടിയെടുക്കൂലേ, ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗവും നനഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നമുക്കിത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കൂലേ, ആ ഒരു രീതിയിൽ നല്ല പോലെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഈ മാവ് കണ്ടോ നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ഓരോ ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിതുപോലെ ഒരു ഓയിലിൻ്റെ കവർ എടുത്തിട്ട് അതിനുള്ളിൽ ആ ബോൾ വെച്ചിട്ട് മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പത്തിരി പ്രസ്സിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ 2 പത്തിരി പോലെ വലുതാക്കി പരത്തിയെടുത്തിട്ട്, ചപ്പാത്തി പോലെ വലുതാക്കി പരത്തിയെടുത്തിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങനെ മുറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതുകൊണ്ട് തന്നെ കണ്ടോ നമുക്കിത് നല്ല പോലെ പരന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇട്ട ഉടനെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് അടിഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടണം. ഞാനാണെങ്കിൽ ഫസ്റ്റത്തെ ബാച്ച് ചെയ്തപ്പോൾ ആദ്യം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് അടിഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ചട്ടകത്തിലും ഇതിലൊക്കെ ഒട്ടി പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റണം കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലിയാണ്. ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലൊരു സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്